അസ്സലാമലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പുതിയൊരു നോട്ടാണ് തയ്യാറാക്കുന്നത്. സർഹദൈൻ എന്താ വായിക്കുക? സർഹദൈൻ എന്ന അതിരുകൾ, ബൗണ്ടറീസ് അല്ലെ, അതിരുകൾ എന്നുള്ള ആ നസമിന്റെ നോട്ട്സ് ആണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. നോക്കാം. സർഹദൈൻ എന്താണ്? സർഹദൈൻ നമ്മൾ പുതിയ പഠിക്കണ്ടോ തസ്നിയെ? നേരെ നോക്കണം. സർഹദൈൻ ഖദ് അവർ എന്താ പറയാ? ഖദ് അവർ. ഖദ് എന്ന് പറയുന്നതാണ് ഖദ്, അറിയോ? ഖദ് അവർ, ഖദ് അവർ ഉറുദു ഷായർ. ആരാണ്? ഉറുദു ഷായർ. നേരെ നമ്മൾ എങ്ങനെ എഴുതണം നോക്കിക്കോളി. ചിലപ്പോ എഴുതുമ്പോൾ ചില ഭാഗത്തിന്റെ തെറ്റുണ്ടാവും, നിങ്ങൾ അത് ശരിയാക്കി എഴുതണം. അഹമ്മദ് ഫറാസ്, അഹമ്മദ് ഫറാസ്. ഖദ് അവർ എന്ന് പറയുന്നതാണ് ഖദ് അവർ തല മുതിർന്ന. ഖദ് പറഞ്ഞാൽ ഉയർന്ന, ഉയരിലുള്ള എന്താ പറയാ? ഖദ് എന്ന് പറയാ. അവർ പറഞ്ഞാലോ ഖദ് തല മുതിർന്ന എന്ന് അതിന്റെ അടുത്ത് കേട്ടോ. സർഹദൈൻ എന്താണ്? നമ്മളുടെ നസം സർഹദൈൻ ഖദ് അവർ. ഖദ് അവർ എന്ന് പറഞ്ഞാല് തല മുതിർന്ന. ഖദ് അവർ ഷഖ്സിയത്തിന് അറിയില്ല, തല മുതിർന്ന ഉയർന്ന വ്യക്തിത്വങ്ങൾ പറയില്ലേ, ബുസുർഗ് അസ്തിയ. അതെ. ഉറുദു ഷായർ, ഉറുദു ഷായർ अहमद फराज की खूबसूरत नज़म है, की खूबसूरत नज़म है. ഇത് കുറച്ചുകൂടെ നമ്മൾ എഴുതുന്നത് खूबसूरत नज़म है. കിട്ടിയില്ലേ? മനോഹരമായ നസമാണ്. സർഹദൈൻ എന്നുള്ളത് തലമുതിർന്ന ഉറുദു കവി അഹമ്മദ് ഫറാസിന്റെ മനോഹരമായ നസമാണ്. കിട്ടിയില്ലേ? അടുത്തത് जिसमें उन्होंने सरहदों की वजह से, सरहदों की वजह से, सरहदों की वजह से टूटे हुए दिलों को, टूटे हुए दिलों को, टूटे हुए दिलों को फिर से मिलाने की कोशिश की. फिर से मिलाने की कोशिश की है. എന്നതിൽ പറയണത് ജിസ്മെ, അതിൽ എന്ന് പറഞ്ഞാല് ആ നസമിലെ, ഉനോനെ അദ്ദേഹം, സർഹദോं की वजह से അതിരുകൾ മൂലം, ടൂട്ടെ ഹോയ ദിലോങ്കോ എന്താണ്? ഭിന്നിച്ച, അകന്ന, ടൂട്ടെ ഹോയ അകന്ന മനസ്സുകളെ എന്ത് ചെയ്തു? ഫിർസെ വീണ്ടും, മിലാനേക്ക്, മില്ല എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, മിലാന എന്ന് പറഞ്ഞാലോ ചേർക്കുക. മനസ്സിലായോ? മിലാനേക്ക് കോശിഷ്കി എന്ന് പറഞ്ഞാൽ ചേർക്കാനുള്ള, പൊട്ടിയ ഹൃദയങ്ങളെ, അകന്ന ഹൃദയങ്ങളെ. ഫിർസെ എന്ന് പറഞ്ഞാണ്, ഫിർസെ നമ്മൾ ഇന്നലെ ഒരു വാക്ക് പഠിച്ചില്ലേ? ഏതാണ്? ദൊബാര. ദൊബാര നമ്മൾ പഠിച്ചിട്ടില്ല ഇന്നലെ? അതേ വാക്ക് തന്നെയാണ് ഇത് ഫിർസെ എന്ന് പറയാം. ഫിർസെ ബത്താവോ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി പറയാം, ദൊബാര ബത്താവോ. മനസ്സിലായോ? ഓക്കെ. അപ്പോ സർഹദൈൻ ഖദർ ഉറുദു ഷായർ अहमद फराज की खूबसूरत नज़म है, जिसमें उन्होंने सरहदों की वजह से टूटे हुए दिलों को फिर से मिलाने की कोशिश की है. അടുത്തത് കോശിക്ക്. ദർഅസിൽ സത്യത്തിൽ എന്താണ് വെച്ചാൽ ജോഗ്രാഫിയായി സത്തഹ് പർ. എന്താ ജോഗ്രാഫിയായി? ആർക്കറിയോ തസ്നിയെ? ജോഗ്രാഫിയ കേട്ടുകൊണ്ട് എന്തായാലും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ദർഅസിൽ സത്യത്തില് ജോഗ്രാഫിയ. ജോഗ്രാഫിയ കേട്ടിട്ടില്ല? ജോഗ്രാഫിയായി, ജിയോഗ്രഫി, ജിയോഗ്രഫി എന്താണ്? അതോ എങ്ങനെ പോയതിപ്പോ? ജിയോഗ്രഫി എന്താ പറയാ? അതാ അത്ഭുതം. ഓക്കെ. ജിയോഗ്രഫി, ജോഗ്രാഫിയായി സത്തഹ് പർ. സത്തഹ് പർ എന്ന് പറഞ്ഞാലോ തലത്തിൽ. ബുനിയാദി സത്തഹ് പർ എന്ന് പറഞ്ഞാലോ അടിസ്ഥാന തലത്തിൽ അല്ലേ? आला सतह पर उन्नत तल मीटिंग, आला सतह की मीटिंग हो रही है, उन्नत तल मीटिंग എന്ത് ചെയ്യുന്നു? आला सतह पर मीटिंग चल रही है എന്ന് പറഞ്ഞാലോ ഉന്നത തലങ്ങളിൽ വലിയ വലിയ ആളുകൾ എന്ത് ചെയ്യുന്നു? മീറ്റിംഗ്. സത്തഹ് എന്ന് പറഞ്ഞാൽ സത്തഹ് അറിയോ? पानी की सतह थोड़ा ऊंचा हो गई പറയാറില്ലേ?
ജലനിരപ്പ്, ലെവലിലെ ലെവൽ എന്താ പറയാ, നിരപ്പ് അല്ലെങ്കിൽ നില അല്ലെ. അപ്പോ ജോറാഫിയായി സത്തവ് ദरअसल സത്യത്തിൽ ജോറാഫിയായി സത്തവ് पर खींची गई लकीरें എന്താണ് ജോറാഫി കീഞ്ചിന എന്ന് പറയുന്നത്, കീഞ്ചിന കീഞ്ചിന മറന്നോ, എന്തിനാ പറച്ചോനെ, കീഞ്ചി ഗൈ വരക്കുക, കീഞ്ചി ഗൈ എന്ന് പറഞ്ഞാൽ വരക്കപ്പെട്ട, വരച്ച അല്ലെ. ലക്കീർ പറയാൻ ലക്കീർ, ലക്കീറോനെ, ലക്കീർ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, ലൈനുകൾ അല്ലെ. ലൈൻ എന്താ പറയാ ഉറുദുല്, ലക്കീർ എന്ന് പറയും. ലക്കീറോനെ, ലക്കീറോനെ, ലക്കീറോനെ सरहद के दोनों पार रहने वालों के दिलों में എന്താണ്, सरहद के दोनों पार, दोनों पार പറഞ്ഞാൽ രണ്ട് ഭാഗത്തും അല്ലെ. സമുദ്രക്ക് ഉസ് പാർ പറഞ്ഞാൽ സമുദ്രന്റെ അങ്ങേ തലക്ക് അല്ലെ. दोनों पार പറയാലോ, പാർ എന്നാ സടക്ക് പാർ കറണല്ലോ, വഴി മുറിച്ച് കിടക്കല അക്കരെ എത്തുക. അപ്പോ എന്നാ सरहद के दोनों पार पार रहने वालों के, रहने वालों के दिलों में, दिलों में, दिलों में भी दीवार सी खड़ा कर दी है, दीवार सी दीवार वाली, दीवार खड़ा कर दी है എന്താ പറഞ്ഞത്, ഭൂമിശാസ്ത്രപരമായിട്ട്, ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കൽ ആയിട്ടല്ലേ, ജിയോഗ്രഫിക്കൽ ലെവലില് നമ്മൾ എന്ത് ചെയ്തു, വരച്ച വരകളില്ലേ. ഉദാഹരണത്തിന് ഏതാണ് നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ഇന്ത്യ എന്തായിരുന്നു, ഒരു ഐക്യരാജ്യം, ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങിയ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ അഖണ്ഡ ഭാരതമായിരുന്നു ഒരു കാലഘട്ടത്തില്. 40 എന്താണ് 1947 മുമ്പ് നമ്മുടെ രാജ്യം അല്ലെ. പക്ഷെ അതിനിടയിൽ എന്ത് ചെയ്തു, ആ രേഖ ഒറ്റ രേഖ വരച്ചൊറ്റ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഭൂമിയിൽ മാത്രമാണ് വരച്ചത്, ജോറാഫിയ സത്തപ്പറിൽ മാത്രമാണ് വരച്ചത് അല്ല, ജനങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്ത് വരച്ചു. എങ്ങനെ വരച്ചു എന്ന് ചോദിച്ചാൽ രണ്ട് ഭാഗത്തുള്ള ആളുകൾ എന്ത് ചെയ്തു, ഹിന്ദുക്കളും മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ, സിഖുകാർ മുസ്ലിങ്ങളുടെ എന്തായി ശത്രുക്കളായിട്ട് എന്ത് ചെയ്തു, മാറി. പിന്നെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന എന്തിനാ ശവങ്ങളെ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി, ശവങ്ങളെ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. പാകിസ്ഥാനിൽ വരുന്ന ട്രെയിനിലൊക്കെ എന്ത് ചെയ്തു, ശവങ്ങളെ കുത്തി നിറച്ചു വരിക. ഇവിടുന്ന് ഇന്ത്യക്കാരെ എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ ഇന്ത്യയിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ ശവങ്ങളെ എന്ത് ചെയ്തു, കയറ്റി അയച്ചു പാകിസ്ഥാനിലേക്ക്. ശവങ്ങളെ ഒരുപാട് കയറ്റി അയച്ചു, കുട്ടികളെ പോലെ തട്ടിയെടുത്തു, വീടുകൾ തട്ടിയെടുത്തു, വീടുകൾ കത്തിക്കളഞ്ഞു. അപ്പോ കൃഷ്ണചന്ദ്ര പറയുന്നുണ്ട്, മൂപ്പര് വാരിദാത്ത് എന്നുള്ള മൂപ്പരുടെ വളരെ ഫേമസ് ആയ അഫ്സാനയിൽ മൂപ്പര് പറയുന്നുണ്ട്, എന്താണ് അറിയോ, അതില് പറയാണ്, ശിവരാത്രിക്കല്ലേ വിളക്കത്തിക്കല്, ഈ പടക്കം പൊട്ടിക്കണത് എന്താണ്, വിളക്കത്തിക്ക സാധാരണ പൂത്തിരി കത്തൽ എന്തായിരുന്നു, രാത്രി മാത്രമേ കത്തല്. പക്ഷെ പിന്നെ സ്വാതന്ത്ര്യദിനത്തിൽ അന്ന് എന്ത് ചെയ്തു, പകലും രാത്രി എന്ത് ചെയ്തു, ഇന്ന് കത്തുന്ന പൂത്തിരിയല്ല, എന്ത് വീടുകളായിരുന്നു കത്തിരുന്നത്, മനുഷ്യന്മാർ താമസിച്ചിരുന്ന വീടുകളായിരുന്നു കത്തിച്ചിരുന്നത്. കാരണം പോണ ആളുകളൊക്കെ എന്ത് ചെയ്തു, വീടിന് തീ കൊടുത്തു. എപ്രകാരം അമേരിക്ക പോയിരുന്നില്ല, ഇപ്പൊ അടുത്ത് അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോ എന്ത് ചെയ്തു, ഓല് പിന്നെ 2000 കോടിയുടെ 72 വിമാനങ്ങൾ ഓല എന്ത് ചെയ്തു, കേടെടുത്തിട്ടാ പോയത്. അതേമാതിരി ഇന്ന് പോണ ആൾക്കാരൊക്കെ ഇത് ഓരോ സ്വന്തം ഉണ്ടാക്കിയ, ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടുകളൊക്കെ ഓരോ എന്ത് ചെയ്തു, തീ കൊടുത്തിട്ട് ഓരോ പോയത്. ഇപ്പൊ പോരാത്തിന് കലാപകാരികൾ എന്ത് ചെയ്തു, ഓരോ വീടും തീയിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല്, നീ ഒറ്റ വര പറഞ്ഞു, ആ ഒറ്റ വര പറഞ്ഞ കാരണം കൊണ്ട് 10 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്തു, ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ ലോകത്ത് നിന്ന് എന്ത് ചെയ്തു, അപ്രത്യക്ഷമായി. അതിലേറെ ആളുകൾ എന്ത് ചെയ്തു, വീട് നഷ്ടപ്പെട്ടു. അതിലേറെ കുട്ടികൾക്ക് എന്ത് ചെയ്തു, തങ്ങളുടെ പിതാക്കൾ നഷ്ടപ്പെട്ടു. പെരുംജാതി ക്രൂരത, ചരിത്രത്തിൽ തുല്യത ഇല്ലാത്ത ക്രൂരത തരുന്നത്. മനസ്സിലായോ? ഇന്നത്തെ അഫ്ഗാനിസ്ഥാനോ ഒന്നുമല്ല എന്ന്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ദरअसल ജോറാഫിയായി സത്തപ്പർ കീഞ്ചി ഗയി ലക്കീറോനെ സർഹദിക്ക് ദോനോ പാർ രഹനെ, എന്നാണ് അതിർത്തിയുടെ രണ്ട് ഭാഗത്തും താമസിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലും എന്ത് ചെയ്തു, ഭൂമിയിൽ മാത്രമല്ല എന്നുണ്ടായത്. രാജിപ്പോഴും വരുന്നോണ്ട് ഞങ്ങൾക്ക് വലിയൊരു പോയിന്റുകളൊക്കെ പറഞ്ഞു. ഇപ്പോഴാ പോയത്? ഓക്കെ. അപ്പൊ തന്നെ സറഹദ് ദോനോ പാർ രഹനെ വാലോं के दिलों में भी दीवार खड़ा कर दी അല്ലേ, അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു, ഒരു ദീവാർ എന്ത് ചെയ്തു, ഇട്ടു. മനസ്സിലായില്ലേ? ഓക്കെ. इंसान एक दूसरे का दुश्मन बन जाता है എന്നാണ് महज इसलिए इंसान एक दूसरे का
दुश्मन बन जाता है, महज इसलिए, महज इसलिए कि वो गैर मुल्की है, कि वो गैर गैर मुल्की है. गैर मुल्की എന്ന് പറഞ്ഞാണ് മുൽക്കി എന്നാണ് ദേശി പരദേശി അല്ലെ, ദേശീയ മുൽക്കി അല്ലെ, ഗൈർ മുൽക്കി പറഞ്ഞാലോ ഫോറിൻ അല്ലെ, ഗൈർ മുൽക്ക് എന്ന് പറഞ്ഞാല് ഫോറിൻ, ഗൈർ മുൽക്കി है. और सरहदों की वजह से बाहमी तफाहम खत्म और सरहदों की वजह से, सरहदों की वजह से बाहमी बाहमी तफाहम खत्म हो जाती है, खत्म हो जाती है. എന്താ ബാഹമി തഫാഹും പറഞ്ഞാല്, എന്താ ബാഹമി പറഞ്ഞാല് പരസ്പര അല്ലെ. ബാഹമി പറഞ്ഞാല് എവിടെ പഠിച്ചത്? ബാഹമി ബാഹമി ഗുഫ്തഗു, ബാഹമി പരസ്പര സംഭാഷണം അല്ലെ. ബാഹമി തഫാഹും പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്, അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ എന്താണ്? ധാരണ അല്ലെ. പരസ്പര ധാരണ, ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ എന്നുള്ളത് അത് വ്യക്തികൾക്കിടയിലാണെങ്കിലും രണ്ട് സമൂഹങ്ങൾക്കിടയിലാണെങ്കിലും രണ്ട് രാജ്യങ്ങൾക്കിടയിലും ഉണ്ടായ നിർബന്ധമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നാണ്, ആ ബന്ധം എന്താണെന്നാണ്, വസലായി പോകുന്നതാണ് അല്ലെ. അപ്പൊ സർഹദോങ്കി വജഹ്സെ ബാഹ്യ തഫാഹും എന്ത് ചെയ്യുന്നു? ഖത്തം ഹോ ജാത്തി ഹൈ, പരസ്പര ധാരണ ചെയ്യുന്നു, ഇല്ലാതായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് നമ്മൾ കണക്കാക്കുന്നത്? ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനെയാണ്. എന്തുകൊണ്ട്? ബാഹ്യ തഫാഹും ഇല്ല, പരസ്പര നമുക്ക് പേടിയാണ്, ഓര് നമ്മളെ ചതിക്കോ, ഓർക്ക് നമ്മളെ പേടിയാണ്, നമ്മൾ ഓരെ ചതിക്കോ ഒരു കാലത്ത്. മനസ്സിലായോ? അത് ഏറ്റവും നല്ല. ഇനി നമുക്ക് വരി കിടക്കാം, कविता कड़कम. पहले अशआर में आयत वरिകളിലെ शायर इस बात पर जोर देता है, शायर എന്തെയ്യുന്നു? शायर इस बात पर जोर देते हैं, जोर देते हैं, जोर देते कि एक मुल्क के बाशिंदे എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, ഏക്ക് മുൽക്ക്, മുൽക്കറാണ് രാജ്യം അല്ലെ. ഏക്ക് മുൽക്ക് ബാഷിന്റെ, ബാഷിന്റെ എന്ന് പറയുന്നതാണ് നിവാസികൾ, താമസക്കാര്. കേരളക്കെ ബാഷിന്റെ കേരളക്കാര് അല്ലെ. ദൂസരെ മുൽക്ക് ഇൻഹാബിറ്റന്റ് എന്ന് പറയട്ടോ. ദൂസരെ മുൽക്ക് दूसरे मुल्क में रहने वालों से डरना और उनको शक की निगाह से शक की निगाह से देखना सरासर बेजा है. എന്താ പറഞ്ഞത്? പിന്നെ എന്താണ്? പഹലെ അഷാർ മെ ഷായർ ഇസ് ബാത് പർ ജോർ ദേത്തെ ഹൈ, ആദ്യത്തെ വരികളിലെ ഷായർ എന്ത് ചെയ്യുന്നു? ഈ കാര്യത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ ജോർ ദേന എന്ന് പറയുന്നത്, ഊന്നൽ നൽകുക കേട്ടോ. ഇത് എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ജോർ ദേന. അപ്പൊ ഇസ് ബാത് പർ ഷായർ ഇസ് ബാത് പർ ജോർ ദേത്താ ഹൈ എന്ന് പറഞ്ഞാലോ ഈ കാര്യത്തിന്റെ മേൽ ഷായർ എന്ത് ചെയ്യുന്നു? ഊന്നി പറയുന്നു, ഊന്നൽ നൽകുന്നു അല്ലെ. എന്നാൽ ഏക മുൽക്കിക്ക് ബാഷിന്റെ, ഒരു രാജ്യത്തെ നിവാസികൾ മറ്റു രാജ്യത്ത് താമസിക്കുന്നവരെ എന്ത് ചെയ്യുക? പേടിക്കുക. അതുപോലെ തന്നെ ഉൻകോ ഷക്ക്, അവരെ മറ്റു രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരെന്ത് ചെയ്യാം? ഷക്കിക്ക് നിഗാസ് എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുക എന്ന് മുതലായവർക്ക് എന്താണ്? സരാസർ. എന്താ സരാസർ പറഞ്ഞാല്? സരാസർ അറിയോ? സരാസർ, സരാസർ തീർത്തും, കംപ്ലീറ്റ്ലി. യക്ദം എന്താണ്? യക്ദം. പിന്നെ ബിൽക്കുൽ എന്താണ്? ബിൽക്കുൽ. പിന്നെ പറയില്ലേ? അപ്പൊ ഇത് സരാസർ എന്താണ്? ബേജാഹെ, തീർത്തും എന്താണ്? ബേജ എന്ന് പറഞ്ഞാൽ അനുചിതമാണ്, യോജിക്കാൻ എന്താണ്?
എന്താണ് ഈ അക്കൽസ ബഴീദ് വേണമെങ്കിൽ പറയാം. പക്ഷെ അക്കൽസ ബഴീദ് ആണോ? അക്കൽസ ബഴീദ് ബുദ്ധിക്ക് നിരക്കാത്താണോ? ഇതാണോ ഇവിടെ? അക്കൽസ ബഴീദ് ബുദ്ധിക്ക് നിരക്കാത്താണ്, വേണ്ട. സരാസർ ബേജ എന്ന് പറഞ്ഞാൽ തീർത്തും അനുചിതമാണ് എന്നാണ് കേട്ടോ. അടുത്തത് പിന്നെ വോ വൈറു മുൽക്കിഹി സഹി, വോ വൈറ് വൈറ് മുൽക്കിഹി സഹി, മുൽക്കിഹി സഹി എന്ന് പറഞ്ഞതാണ്. സ്കൂളിൽ പറയാം. വോ വൈറു മുൽക്കിഹി സഹി എന്ന് പറഞ്ഞാണ് വൈറു മുൽക്കിയാണ് നമുക്കറിയാം. വൈറു മുൽക്കിഹി സഹി നമ്മൾ പറഞ്ഞു പഠിച്ചില്ലേ? തുജെ ഈ സ്വാദിയ രംഗീൻ സത്യദത്ത് ഹി സഹി അവിടെ പഠിച്ചില്ലേ? പെട്ടെന്ന് പറയാം. മസറെ ഉൽഫത്ത് ഹി സഹി, താജ് തേരെ ലിയെ മസറെ ഉൽഫത്ത്, പെട്ടെന്ന് പറയാം. ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ കഴിഞ്ഞതില്. ആയിക്കോട്ടെ, ആയിരിക്കാം, ആയിരിക്കാം. എന്താണ് ആയിക്കോട്ടെ? എന്താണ് ലേക്കിൻ, ലേക്കിൻ യാദ് രഖ്ന, യാദ് രഖ്ന മറക്കണ്ട. യാദ് രഖ്ന പറഞ്ഞാൽ മറന്നു പോകരുത്, മറക്കരുത്. കെ याद रखना के आखिर आखिर हम सब ഇൻസാൻ ബി തൊഹേ. എന്താണ് ഇൻസാൻ ബി തൊഹേ എന്ന് പറഞ്ഞാണ് മനുഷ്യന്മാര് കൂടി ആണെന്നുള്ള കാര്യം ചെയ്ത് ആഖിറ എന്തൊക്കെ ആഖിറ എന്തൊക്കെ തന്നെയാണെങ്കിലും ഓർക്കണം. ഇത് പറഞ്ഞോ യാതിരക്കന ഓർക്കണം, ഓർക്കുക. ആഖിർ അംസബ് ഇൻസാൻ ബി തൊഹേ, നമ്മളെല്ലാവരും എന്താണ് മനുഷ്യൻ എന്നാണ്, മനുഷ്യനും കൂടിയല്ലേ. इस दुनिया में इस दुनिया में हम सब നമ്മളൊക്കെ എന്ത് ചെയ്തു? हम सब मुसाफिर बन के आए. എന്താണ് मुसाफिर बन के आए हैं. നമ്മളൊക്കെ എങ്ങനെ വന്നിരിക്കുന്നത്? ഒരു യാത്രക്കാരായിട്ടാണ് എന്ത് ഈ ലോകത്ത് വന്നിരിക്കുന്നത് അല്ലേ? और हम एक दूसरे के का हम सफर है. हम सफर എന്ന് പറഞ്ഞാണ് हम सफर അറിയോ? സഫർ പറഞ്ഞ യാത്ര അറിയാം. എന്നാ ഹം സഫർ എന്ന് പറഞ്ഞാലോ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആള് അല്ലെ, സഹയാത്രികർ. സഹയാത്രികർ എന്ന് പറയുന്നതാണ് ഹം സഫർ എന്ന് പറയട്ടോ. ഈ അമ്മ ഏതാണല്ല പോലെ എന്നല്ല അമ്മയില്ലേ, ഹംഷക്ക് ഒരേ രൂപം പറയണ മാതിരി. അപ്പൊ എന്താ പറയാ? ഹം ഏക് ദൂസരേക്കാ ഹം സഫർ, ഹം സഫർ ഹം സഫർ നമ്മളൊക്കെ പരസ്പരം എന്താണ് സഹയാത്രികരാണ് അല്ലെ. പിന്നെ നക്കെ ദുഷ്മൻ, അല്ലാതെ ആരല്ല. നക്കെ ദുഷ്മൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ദുനിയാമെ ഹം സബ് മുസാഫിർ ബൻകെ ആയി, നമ്മളൊക്കെ എന്താണ് ഒരു യാത്രക്കാരായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് എന്താണ് യാത്ര അല്ലേ? നമ്മുടെ ജീവിതം മുഴുവൻ എന്താണ് യാത്രയാണ് അല്ലെ. ഒരാൾ ഒരു ജീവിതത്തിൽ എത്ര യാത്ര ചെയ്യുന്നുണ്ട്? 6 യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ യാത്ര വെച്ചാൽ ഇപ്പൊ എന്റെ അടുത്ത് കിട്ടൂല. 6 യാത്ര ഉണ്ട്, ഞാൻ പഠിച്ചവനാണ്. ദുനിയാമെ ഹം സബ് മുസാഫിർ ബൻകെ ആയേ ഹേ, എന്താണ് ഒരു യാത്രക്കാരനായിട്ടാണ് നമ്മൾ നിങ്ങൾ വന്നിരിക്കുന്നത്. ഓർ ഹം ഏക് ദൂസരേക്ക് ഹം സഫർ ഹേ, നമ്മളൊക്കെ പരസ്പരം ആരാണ്? പിന്നെ പരസ്പരം ആരാണ്? സഹയാത്രികരാണ്, അല്ലാതെ ആരല്ല. നക്കെ ദുഷ്മൻ, നമ്മളെ ആരല്ല ശത്രുക്കളല്ല. അങ്ങനെ കരുതരുത്, മനസ്സിലായോ? അപ്പൊ പറയല്ലേ പിന്നെ ആപ്കോ പഠന ചായേ നെക്കോ കേൾന, പറയല്ലേ നെക്കെ കേൾന എന്ന് പറഞ്ഞതാണ് കളിക്കാനില്ല, എന്താണ് പഠിക്കണം അല്ല പറയാറില്ലേ. സർഹദ് കെ നാം പർ, സർഹദ് കെ നാം പർ ലഡ്നെ കെ ബജായെ, ലഡ്നെ കെ ബജായ്. എന്താ ബജായ് എന്ന് പറഞ്ഞാല്? ബജായ് പകരം, എന്താണ് പറയാ? പകരം. ഇൻസ്റ്റഡ് എന്ന് പറയുന്നതാണ്. ഇൻസ്റ്റഡിന് ഉറുദുവിൽ പറയുന്നതാണ് ബജായേ. എന്താ പറയാ? ബജായേ
പഠിനേക്ക് ബജായെ ലിഖ്ന എന്ന് പറഞ്ഞതാണ്. ഇതിന് പഠിക്കുന്ന പകരം എഴുതുക എന്ന് പറയില്ല. അതേമാതിരി സർഹദ് നമ്പർ എന്താണ്, അതിർത്തിയുടെ പേരില് ലഡ്നേക്ക് ബജായെ പരസ്പരം പോരടിക്കുന്നതിന് പകരം എന്താണ്, ഹംകോ ജറൂറത്ത് ഹേ ഹംകോ ചാഹിയെ എന്താണ്, ഹംകോ ഹംകോ ജറൂറത്ത് ഹേ നമുക്ക് വേണം, നമുക്ക് ചെയ്യണം. നമുക്ക് ജറൂറത്ത് പറഞ്ഞാല് വി വാണ്ട് എന്ന് പറയില്ലേ, നമുക്ക് വി വാണ്ട് എന്ന് പറയില്ലേ, നമുക്ക് വേണം. എന്ത് വേണം? കെ കെ എന്ത് ഇൻസാനിയത്ത് കാ ഇൻസാനിയത്ത് കാ इंसानियत का इंसानियत का परचम എന്താണ്, ഇൻസാനിയത്തിന്റെ പറിച്ചം എന്ന് പറഞ്ഞാണ് മനുഷ്യത്വത്തിന്റെ കൊടി അല്ലേ. മനുഷ്യത്വത്തിന്റെ കൊടി എന്ത് ചെയ്യണം നമ്മള്? അമേഷ അമേഷ എപ്പോഴും എന്താണ്, അമേഷ അമേഷ എല്ലാ ഇപ്പോഴും എന്ത് ചെയ്യണം? സബ്സെ ബുലന്ദ് തർ സബ്സെ ബുലന്ദ് തർ ബുലന്ദ് തർ എന്ന് പറഞ്ഞാണ്, ബുലന്ദ് തർ എന്ന് പറഞ്ഞാല് ഏറ്റവും മുകളിലെ എന്ത് ചെയ്യണം? രക്കേ എന്ന് പറഞ്ഞാൽ വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ജറൂറത്ത് നമുക്ക് ആവശ്യമാണ്, നമ്മൾക്ക് ആവശ്യമുണ്ട്, നമുക്ക് നിർബന്ധമാണ്. കെ എന്തെന്നാൽ ഇൻസാനിയത്ത് മനുഷ്യത്വത്തിന്റെ കൊടി എന്ത് ചെയ്യണം? എപ്പോഴും എപ്പോഴും ഉയരത്തിൽ എല്ലാതിനേക്കാളും മീതെ വെക്കണം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ വെച്ചിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? വെച്ചിരിക്കണം. ഓക്കെ, നമുക്ക് ജറൂറത്ത് എന്ന് പറഞ്ഞാല് നമുക്ക് നിർബന്ധമാണ്. ഇതിവിടെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിന്റെ സ്ട്രക്ചറല്ലേ വരുന്നത്, ഇങ്ങോട്ടാണ് ചെറിയ പ്രയാസം. നമുക്ക് ജറൂറത്ത് ഹേ കെ ഇൻസാനിയത്ത് കാ പർച്ചം ഹമേഷ സബ്സെ ബുലന്ദ് തർ രഖേ ട്ടോ. ബുലന്ദ് തർ പറഞ്ഞാൽ ഏറ്റവും മീതെ വെച്ചിരിക്കണം എന്നാണ് ട്ടോ. അടുത്തത് ബിസ്മില്ലാ. അപ്പൊ ഒരു പാരാഗ്രാഫ് കഴിഞ്ഞു അല്ലെ, ഇനി അടുത്ത പാരാഗ്രാഫിലേക്ക് കിടക്കാം. शायर अपने कार्यों को शायर अपने कार्यों को याद दिलाते हुए याद दिलाना എന്ന് പറഞ്ഞാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലെ. याद दिलाते हुए कहते हैं याद दिलाते हुए कहते हैं कि हम तो इन बुजुर्ग हस्तियों का जानिशन है. इन बुजुर्ग हस्तियों का ജാനിഷീൻ ഹേ. ജാനിഷൻ പറഞ്ഞാണ് പിൻഗാമികൾ. ബുസുർഗ് പറഞ്ഞാണ് മഹാന്മായ പൂർവികരായ വ്യക്തികളുടെ, ബുസുർഗ് അസ്ഥി പറഞ്ഞ പൂർവികരായ വ്യക്തിത്വങ്ങളുടെ എന്താണ്, ബുസുർഗൊക്കെ ബുസുർഗ് അസ്ഥി വേണം കേട്ടോ. വേണം ഇത് ബുസുർഗ് പൂർവികരായ ഈ വ്യക്തിത്വങ്ങളുടെ എന്താണ്, അനന്തരാവകാശികളാണ്. നമ്മളാരാണ്? ഹംതോ അല്ലേ, ഹംതോ ഇൻ ബുസുർഗ് അസ്ഥിയൊക്കെ ജാനിഷന് നമ്മളൊക്കെ എന്താണ്, ഈ മഹാന്മാരായ ഈ വ്യക്തിത്വങ്ങളുടെ എന്താണ് ജാനിഷൻ പറഞ്ഞാല് അനന്തരാവകാശികളല്ലേ. അനന്തരാവകാശികളല്ലേ. ജിൻകെ രഘോപ്യമേ എങ്ങനത്തെ എന്നറിയോ, എങ്ങനത്തെ നമ്മളെ ബുസുർഗ് പൂർവികർ എന്നറിയോ? ജിൻകെ രഘോപ്യമേ എന്ന് പറയുന്നത് രഘോപ്യമേ അവരുടെ ഞരമ്പുകളിലും എല്ലായിടത്തും രഘോപ്യമേ ഞരമ്പുകളിൽ രഘോപ്യമേ मोहब्बत सराहत कर गई है. मोहब्बत सराहत कर गई है. सरायत
സറായത്ത് കർഗയി ഹേ എന്ന് പറയുന്നതാണ്. അവരുടെ ഞരമ്പുകളിലും അവരുടെ അടിമൂടി എന്ത് ചെയ്തു, പ്രണയം എന്ത് ചെയ്തിരിക്കണോ, സ്നേഹം, പരസ്പര സ്നേഹം എന്ത് ചെയ്യിക്കുന്നു, പിന്നെ എന്താണ് പരന്നിരിക്കുന്നു. സറായത്ത് കർണ എന്ന് പറഞ്ഞാൽ വെള്ളം തെളിക്കണില്ലേ പറയാ, അങ്ങനെ പറയാ സറായത്ത് കർണ എന്ന് പറയാ. സറായത്ത് കർഗയി എന്ന് പറഞ്ഞാലോ അവരുടെ ജിൻകെ രഘുപ്പമേ അവരുടെ ഞരമ്പുകളില് പ്രണയം എന്ത് ചെയ്യുന്നു, ലയിച്ചു പോയിരിക്കുന്നു. അവരുടെ ശരീരത്തെ അടിമുടി എന്ന് ലയിച്ചു പോയ അന്നത്തെ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ സ്തംഭങ്ങളായിരുന്ന ഒരു വളരെ മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ എന്തായിരുന്നു അനന്തരാവകാശികളല്ലേ നമ്മള്. അങ്ങനത്തെ ആളുകളുടെ പിന്നെ എന്താണ് അനന്തരാവകാശികളല്ലേ നമ്മള്. ഇവിടെ തീ വേണ്ടോ, തീ ആണ്ടോ, തീ. ഓക്കെ. और वो लोग പറഞ്ഞാല് ആര്, നമ്മളുടെ പ്രപിതാക്കളില്ലേ, പൂർവികര്. वो लोग നോക്കൂ, वो लोग प्यार से मिलता तो प्यार से मिलता तो दुश्मन को भी अपना दोस्त समझते थे. എന്താ പറഞ്ഞത്, പിന്നെ ഹം തോ ഇൻ ബുസുർഗ് ഹസ്തിയോं के ജാരീഷൻ ഹേ, നമ്മളൊക്കെ എന്താണ് ഇത്രയും മഹാന്മാരായ വളരെ വ്യക്തിത്വങ്ങളുടെ അനന്തരാവകാശികളാണ്. എങ്ങനത്തെ ആളുകളെന്നറിയോ, ജിൻകെ രഘോപ്പേമേ മുഹബത്ത് സറായ് കർഗയി ഹേ, അവരുടെ രക്തത്തിലും മജ്ജയിലും ഒക്കെ എന്ത് ചെയ്തു, പ്രണയം എന്ത് ചെയ്തു, ലയിച്ചു ചേർന്ന ഒരു ആളുകളുടെ ഒരു കൂട്ടം പൂർവികരുടെ എന്താണ് പിന്നെ അനന്തരാവകാശികളാണ് നമ്മള്. പിന്നെ അവരുടെ സവിശേഷത എന്താണ് അറിയോ, നമ്മൾ പൂർവികരുടെ ഓ ലോക പ്യാർസ മിൽത്താത്തോ, സ്നേഹത്തോടുകൂടെ കണ്ടുമുട്ടുകയാണെങ്കിൽ ദുഷ്മൻ കോബി, ശത്രുവിനെ പോലും എന്താവും തന്റെ സുഹൃത്തായിട്ട് നീ മനസ്സിലാക്കുമായിരുന്നു. അങ്ങനത്തെ ആളുകളായിരുന്നു അവര്. ഓർത്തോ ഓർ, ഒരു പ്രയോഗം തച്ചനിയുടെ വേറെ പ്രയോഗം. ഓർത്തോ ഓർ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊക്കെ പോട്ടെ, അതിനൊക്കെ പുറമെ അതിനൊക്കെ ഓർത്ത് ഓർന്ന് പറഞ്ഞാല് അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ പറഞ്ഞ് ശ്രദ്ധിക്കും. അമാരെ ബുസുർഗ് പറഞ്ഞാല് പൂർവികര്. നമ്മളുടെ ബുസുർഗ് എന്ത് ചെയ്തു, മെഹ്മാനോ കെ ഇന്തിസാറുമേ, മെഹ്മാനോ കെ इंतजार में घर के दरवाजे खुले छोड़कर सो जाते थे. घर के दरवाजे अपने घर के തങ്ങളുടെ घर के दरवाजे खुले छोड़कर सो जाते थे. എന്ന് പറഞ്ഞാണ് ഓർത്തോർ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അമാരെ ബുസുർഗ് ഞങ്ങളുടെ പൂർവികര് മെഹ്മാനോക്ക് ഇന്തിസാർമേ, അങ്ങനെ അതിഥികളെ കാത്തിരുന്നുകൊണ്ട് അപ്പിനെ ഗർക്കെ, അതിഥികളെ പ്രതീക്ഷിച്ചിട്ട്, ഇന്തിസാർമേ മേ ആക്കെ ഇന്തിസാർമേ ബേട്ടാന്ന് പറഞ്ഞ ഞാൻ എന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കണില്ലേ. അതേമാതിരി നമ്മളുടെ പൂർവികര് മെഹ്മാനോക്ക് ഇന്തിസാർമേ അതിഥികളെ എന്ത് ചെയ്തു, പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പിനെ ഗർക്കെ ദർവാസ തന്റെ വീട്ടിലെ വാതിലുകള് കുലെ തുറന്ന് ഉപേക്ഷിച്ചു എന്നിമായിരുന്നു ഉറങ്ങുമായിരുന്നു, ആരെയും പേടിക്കാതെ. കാരണം അത്രമാത്രം സ്നേഹമുള്ള ഒരു പിന്നെ തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറയുടെ പിന്മുറക്കാരാണ് ആര്, നമ്മളെന്ന് അവകാശപ്പെടുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു, സംശയത്തോടെ കാണുന്നു. അവരെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, പേടിക്കുന്നു. അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്തിന്? ഓക്കെ. അപ്പൊ അമാരെ ബുസുർഗോനെ അടുത്ത പാരാഗ്രാഫിലെ അമാരെ ബുസുർഗോനെ ഫന്നെ താമീർ കി, ഫന്നെ താമീർ പറഞ്ഞാണ് തസ്രീപ്പെടുന്ന പറയാം. ഫന്നെ താമീർ കി ഫന്നെ താമീർ കെ शानदार नमूने और तारीख പഠിച്ചിട്ടില്ല മർസല്, താരീഖ് സാസ് പറയാലോ. तस्वीरें छोड़ दी है, तस्वीरें छोड़ दी है എന്താണ്, छोड़ दी है छोड़ दी है
ഉപേക്ഷിച്ചിട്ടുണ്ട്. നമ്മളുടെ അമാരെ ബുസുർഗോന്, നമ്മളുടെ പൂർവികര് എന്താണ് നിർമ്മാണ കലയുടെ മികച്ച മാതൃകകൾ, അതുപോലെ തന്നെ ചരിത്രം എന്താണ് ഇതിഹാസ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിച്ചിട്ടുണ്ട്, ടേച്ച് പോയിട്ടുണ്ട്. ये लोग उनके हाथों डरे हुए, ये लोग खुद, ये लोग अज खुद उनके हाथों अज खुद വേണ്ട, खुद മതി ട്ടോ. ये लोग खुद उनके हाथों डले हुए, उनके हाथों डले हुए എന്താണ് डले हुए नुकूश से कहीं बेहतर थे, नुकूश से कहीं बेहतर थे. പറഞ്ഞ എന്താ പറയണത്, പിന്നെ അമാരി ബുസുർഗോനെ, നമ്മളുടെ പൂർവികരെ, പന്യ താമീർ കി ഷാന്ദാർ നമൂനെ, നിർമ്മാണ കലയുടെ മികച്ച മാതൃകകൾ, ഒരു താരീഖ് തസ്വീറൻ, വളരെ ചരിത്രപ്രസിദ്ധമായ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഈ ലോക ഉൻകെ ഹാത്തോ ഡലെ ഹുയെ, ഈ ആളുകൾ തന്നെ ഉൻകെ ഹാത്തം, അവരുടെ കൈകളിലൂടെ ഡലെ ഹോയി എന്ന് പറഞ്ഞാലോ രൂപപ്പെട്ട, നുക്കൂഷ് പറഞ്ഞാലോ രൂപങ്ങളെക്കാൾ എത്രയോ മികച്ച ആളുകളായിരുന്നു ആര്, ഈ പൂർവികര്. അതായത് നിനക്ക് കാണാം പ്രണയത്തിന്റെ പ്രതീകമാവുന്ന താജ്മഹല്, അതുപോലെ തന്നെ എന്താണ് കുത്തുബ് മിനാർ നിനക്ക് കാണാം, ലാൽ കില്ല നിനക്ക് കാണാം, അതുപോലെ തന്നെ ആയിരക്കണക്കിന് 1000, 2000, 3000-ലധികം എന്താണ് ചരിത്രത്തിന്റെ സ്മാരകങ്ങൾ നിനക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കാണാൻ സാധിക്കുന്നതാണ്, മനോഹരമായ. അത് കണ്ടാലും ചിന്തവും പടച്ചോനെ സുബ്ഹാനല്ലാഹ് വാ വാ ക്യാ കഹനാ മാഷാ അല്ലാഹ് കോയി ജവാബ് നഹി, അങ്ങനത്തെ ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും പൂർവികരെ. എന്നാൽ ഇതിനെക്കോളും ഈ ജനങ്ങളില്ലേ, ഈ ജനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകളില്ലേ, ഈ ജനങ്ങള് ഖുദ് ഇവര് തന്നെ ഉൻകെ ഹാത്തം, അവരുടെ കൈകളിലൂടെ ഡല്ല എന്ന് പറഞ്ഞാൽ രൂപപ്പെടുക, എന്താണ് ഡല്ല എന്ന് പറഞ്ഞാല് രൂപപ്പെട്ട, നുക്കൂഷ് പറഞ്ഞാൽ ചിത്രങ്ങളെക്കാളും എത്രയോ ബെഹ്തർ എന്ന് പറയുന്നത് ബെറ്റർ ആയിരുന്നു അല്ലെ, ഏറ്റവും മികച്ചവരായിരുന്നു ഇവരൊക്കെ. ജയ്സാക്കെ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് റോം കെ ബുത്ത്, പിന്നെ പിന്നെ പാരീസ് की മൊണാലിസ ചിത്രല്ലേ, മൊണാലിസ തസ്വീറാണ് മൊണാലിസ. പിന്നെ ഹരിഫുണ്ട് മൊണാലിസ. പിന്നെ ലഫ്സോं के जादूगर, ആരൊക്കെയാണ് ലഫ്സോं के जादूगर, വാക്കുകളെ കൊണ്ട് മാതൃക തീർക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ലഫ്സോं के जादूगर കീസ് ആരാണ്, കീസ്. പിന്നെ और फिरदौसी के कबर, फिरदौसी के कबर. പിന്നെ അസ്പാന കെ മസ്ജിദ് കുർത്തബ എവിടെയാണ്, അസ്പാന അവിടെ മസ്ജിദ് കുർത്തബ. या तहजीब का गहवारा, ഗഹ്വാര എന്ന് പറഞ്ഞാണ് കളിത്തൊട്ടിൽ കേട്ടോ. ഗഹ്വാര എന്ന് പറഞ്ഞാല് കളിത്തൊട്ട്. തഹസീബ് കാ ഗഹ്വാര, കളിത്തൊട്ടിലുകൾ ഗഹ്വാരെ. ഏതൊക്കെയാണ്, अजंता और मोहनजोदारो.
മോഹൻ ജ്വാ ജ്വാ എവിടെയാണ്? മോഹൻ ജ്വാ ഡാലോ, മോഹൻ ജ്വാ ഡോ വഗൈറ उनमें चंद काबिले जिक्र മഖാമാത്ത് അല്ലെ? മഖാമാത്ത് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നു കേട്ടോ. പിന്നെ സറഹദീനിൽ പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങൾ, മഖാമാത്തുകളുടെ നാം ലിഖിയെ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? റോം കെ ബുത്ത്, पेरिस के मोनालिसा, लव की किस और फिरदौसी का कब्र, अस्पाना के मस्जिद, मस्जिद कुर्तबा या तहजीब के गहवारे अजंता और मोहनजोदाड़ो वगैरह वगैरह. ഇൻമേ ചന്ദ് കാബില സിക്ർ മഖാമാത്ത്, അതില് എന്താണ് ഉന്മേ അതില് പെട്ട എന്താണ് ചന്ദ് കുറച്ച് കാബില സിക്ർ എന്താണ് പരാമർശിക്കേണ്ട അല്ലെ സ്മരണീയമായ എന്താണ് സ്ഥലങ്ങളാണ് അല്ലെ മഖാമാത്ത് ഹേ. ഇനി അടുത്ത യ നമൂനോം കോ इन नमूनों को इन मकामात को केട്ടോ इन मकामात को चाहे 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 ആയിക്കോട്ടെ അല്ലെ, चाहे मुल्की हो या गैर मुल्की, सब देखकर इबरत हासिल करना चाहिए. इबरत हासिल करना चाहिए. ഇത്രയും കാലഘട്ടത്തിന്റെ എഴുത്തതിൽ ക്ലിയർ ആയില്ലേ? എന്താ പറയാ? അപ്പൊ എന്താണ് ഇൻ മക്കാമാത്തുക്കോ ചായേ, ഇൻ മക്കാമാത്തുക്കോ ഈ സ്ഥലങ്ങളെ, ചാഹെ മുൽക്കി ഹോ യാ ഗൈർ മുൽക്കി എന്ന് പറഞ്ഞാണ് സ്വദേശികളായിക്കോട്ടെ വിദേശികൾ, സബ് ദേക്കർ എല്ലാവരും കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇബ്രത്ത് ഹാസിൽ കർണ ചായേ, ഒരു പാഠം. ഇബ്രത്ത് പറഞ്ഞാണ് പാഠം. ഇബ്രത്ത് ഹാസിൽ കർണ ചായേ. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാൻ ഇന്നലെ എന്റെ കൂട്ടുകാരനടുത്ത് പറഞ്ഞു, പിന്നെ ഞാനത് ജനാസന്റെ പിന്നാലെ പോയിക്ക, ജനാസക്ക് സാത്ത് ഹോലിയാത്ത സ്വജസ് ആപ്ക ഫോൺ അറ്റൻഡ് കർ പായാ പറഞ്ഞു. അപ്പൊ ഓന് പറഞ്ഞെടുത്ത് ക്യാ കോയി ഇബ്രത്ത് ഹാസിൽ ഹുവാ ആപ്കോ, ക്യാ കോയി ഇബ്രത്ത് മിലി ആപ്കോ, അതിൽ പാഠം കിട്ടിയോ? ഇബ്രത്ത് ഹാസിൽ കർണം എന്ന് പറഞ്ഞാൽ പാഠം ഉൾക്കൊള്ളണം, പാഠം കരസ്ഥമാക്കണം. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാഠം കരസ്ഥമാക്കണം. എന്താണ് കരസ്ഥമാക്കണം? ഇബ്രത്ത് കേട്ടോ, മറന്നുകൊണ്ട ഗുണപാഠം ഒക്കെ പറയും. മനസ്സിലായില്ലേ? ഇൻ മഖാമാത്ത് കോ ചാഹെ മുൽക്കി ഹോ യാ ഗൈർ മുൽക്കി സബ് ദേഖ്കർ ഇബ്രത്ത് ഹാസിൽ കർണ ചാഹിയെ. ഇബ്രത്ത് എന്ന് പറഞ്ഞാല് പിന്നെ ഗുണപാഠം എന്ന് പറഞ്ഞ മാതിരി ഒരു പാഠം എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. മനസ്സിലായില്ലേ? ആരായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, ദേശികളായിക്കോട്ടെ വിദേശികളായിക്കോട്ടെ. പിന്നെ പറയണത് മൂപ്പര് പറഞ്ഞില്ലേ, ഒയർ മുൽക്കി ഹോനെക്ക് വജേസെ, ഒയർ മുൽക്കി मुल्की होने की वजह से ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഇബറത്ത് പറയണതാണ് അല്ലെ? ഇബറത്ത് കൊണ്ടില്ല. എന്താണ് പിന്നെ എന്താണ് എന്താണ് വൈർ മുൽക്കി होने की वजह से किसी को भी എന്താണ് किसी को भी ആരെയും ഉൻകെ ദീദാർ സെ ഈ സ്ഥലങ്ങളെ സന്ദർശിക്കുന്നത് തൊട്ടിട്ട്, ദീദാർ എന്നാണ് സന്ദർശിക്കല്ലേ? ദീദാർ സെ എന്ന് പറഞ്ഞാലോ, ദീദാർ കർണ എന്നാണ് സന്ദർശിക്കട്ടോ. ദീദാർ കർണ എന്ന് പറഞ്ഞാല് സന്ദർശിക്കുക. ഉൻകെ ദീദാർ സെ മഹറൂം നിരക്ക്, മഹറൂം നിരക്ക് എന്താണ്? വിലക്കരുത്. മഹറൂം നിരക്ക് എന്ന് പറഞ്ഞാല് വിലക്കരുത്, പിന്നെ നിഷേധിക്കപ്പെടരുത്. മഹറൂം രക്ന എന്ന് പറഞ്ഞാൽ നിഷേധിക്കപ്പെടുക അല്ലെ? ദീദാർസെ മഹറൂം രക്ന എന്ന് പറഞ്ഞാലോ കാണുന്നതിനെ നീ എന്ത് ചെയ്യരുത്? വിലക്കരുത്. കാണുന്നതിനെ തൊട്ട് എന്ത് ചെയ്യരുത്? തടയരുത്. താക്കേ എന്തിനു വേണ്ടി? താക്കേ എന്ന് പറഞ്ഞാൽ താക്കേ എന്തിനു വേണ്ടി എന്നാൽ സോ ദാറ്റ് അല്ലെ പ്യാറോ മുഹമ്മദ് की रूह हमारे मुर्द दिलों में भी दाखिल हो जाए. നോക്ക്, പ്യാറോ मोहब्बत की
റൂഹ്, അമാരെ, മുർദ, മുർദ എന്ന് പറയുന്നത് മുർദ ജീവച്ഛവമായ അല്ലെ നിർജീവമായ, ദിലോമേ ബി, ദിലോമേ ബി ദാഹിൽ ഹോ ജായേ അല്ലെ. അങ്ങനെ സ്നേഹത്തിന്റെ ആത്മാവ്, റൂഹിന്റെ ഇവിടെ റൂഹ് കേട്ടോ, പ്യാറോ മുഹബ്ബത്തിക്ക് റൂഹ് അമാരെ മുർദ ദിലോമേ ബി ദാഖിൽ ഹോ ജായേ, പ്രവേശിക്കട്ടെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ആ പാരാഗ്രാഫ് അവിടെ എന്ത് ചെയ്തു, അവസാനിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലാസ്റ്റ് പാരാഗ്രാഫിലേക്ക് പോവാം. ലാസ്റ്റ് സർമായദാർ. എന്താ സർമായദാർ എന്ന് പറഞ്ഞാൽ എന്താ സിനി? സർമായദാറോ की की लालच, लालच को लालच को लालच लालच കൊതി, ആർത്തി അല്ലെ, പഠിച്ചിട്ടുണ്ടാവും ഇതൊക്കെ. തൻഖീദ്, തൻഖീദ്, തൻഖീദ് പറഞ്ഞാൽ തൻഖീദ് വിമർശനം അല്ലെ. തൻഖീദ് കാ നിശാന എന്ന് പറഞ്ഞ, നിശാന പറഞ്ഞാലോ ബനാത്തെ ഹോയ് എന്ന് പറഞ്ഞതാണ്. സർമായദാറോ കി ലാലച്ച് കോ തൻഖീദ് കാ നിശാന ബനാത്തെ ഹോയി എന്ന് പറഞ്ഞതാണ്. മുതലാളിമാരുടെ എന്താണ്, കുത്തക മുതലാളിമാരുടെ എന്താണ് കൊതിയെ വിമർശിച്ചുകൊണ്ട്, വിമർശനത്തിന് നഷാന ബനാന എന്ന് പറഞ്ഞാൽ ഉന്നം വെക്കുക, ടാർഗറ്റ് ചെയ്യുക എന്നതിനാണ് എന്ത് പറയുക, നഷാന ബനാന എന്ന് പറയുക, ഉന്നം വെക്കുക. അതായത് എന്താണ് വിമർശനത്തിന് ഇരയാക്കിക്കൊണ്ട്, വിമർശനത്തിന് ഇരയാക്കിക്കൊണ്ട് ഷായർ കഹത്തെ, ഷായർ എന്ത് ചെയ്യുന്നു പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എന്താണെന്ന് നമ്മൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോ ഷായർ കഹത്തെ, ഷായർ എന്ത് ചെയ്യുന്നു പറയുകയാണ്. എന്താണ് ഷായർ പറയണ അറിയോ? സർമായദാറോ കി ലാലച്ച് കോ തൻഖീദ് കാ നിശാന ബനാത്തെ ഹോയെ, വിമർശനത്തിന് ഇരയാക്കിക്കൊണ്ട് കവി പറയുകയാണ്. എന്താ കവി പറയണ അറിയോ? കെ സർമായദാറാന എന്ന് പറയുന്നതാണ്, സർമായദാറാന എന്ന് പറയുന്നതാണ് മുതലാളിത്ത അല്ലെ, മുതലാളിത്ത നിസാം. എന്താ നിസാം പറഞ്ഞാല് സിസ്റ്റം അല്ലെ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, സംവിധാനം. സർമായദാറാന നിസാം എന്ന് പറഞ്ഞാലോ പിന്നെ മുതലാളിത്ത സംവിധാനം അല്ലെ. സംവിധാനം എന്ത് ചെയ്തു, അമീർക്കോ अमीरतर और गरीब को गरीबतर बनने की राह हमवार कर दी है. മൂപ്പര് പറയണ എന്താണെന്ന് വെച്ചാല്, പിന്നെ എന്താ പറഞ്ഞത്, നമ്മളുടെ പിന്നെ കുത്തക മുതലാളിമാരുടെ എന്താണ് കൊതിയെ വിമർശിച്ചുകൊണ്ട് മൂപ്പര് പറയുകയാണ്, തൻഖീദ് കാ നിശാന ബനാത്തെ ഹുയി ഷായർ കഹത്തെ സർമായദാറ നിസാം വേണം മറന്നു പോരുത്. സർമായദാറാന നിസാം മുതലാളിത്ത വ്യവസ്ഥിതി എന്ത് ചെയ്തു, സമ്പന്നരെ കൂടുതൽ സമ്പന്നരും അതുപോലെ തന്നെ ഗരീബ്ക്കോ കൂടുതൽ ഗരീബാക്കാനുള്ള എന്ത് ചെയ്തു, പാവപ്പെട്ടവനാകാനുള്ള രാഹ് അംവാർ കർദി എന്ന് പറഞ്ഞാൽ വഴിയൊരുക്കി. രാഹ് അംവാർ കർണ എന്ന് പറഞ്ഞാൽ, രാഹ് അംവാർ കർണ എന്ന് പറഞ്ഞാല് വഴിയൊരുക്കുക എന്നാണ് അർത്ഥം. എഴുതി വെച്ചോട്ടോ, രാഹ് അംവാർ കർണ എന്ന് പറഞ്ഞാൽ വഴിയൊരുക്കുക കേട്ടോ. പേവ് ദ വേ ഫോർ, ഇംഗ്ലീഷിലാണെങ്കിൽ രാഹ് അംവാർ കർണ എന്ന് പറഞ്ഞാൽ പേവ് ദ വേ ഫോർ ട്ടോ. ദ വേ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴിയൊരുക്കുക എന്ന് പറയാം കേട്ടോ. അപ്പൊ സർമായദാരി, സർമായദാരി അല്ലെ,
सरमायादारी की वजह से हमारे कुदरती वसाइल कुदरती वसाइल അറിയോ തസ്നിയ കുദരത്തി വസായില് അറിയില്ലല്ലോ എഴുതി വെച്ചോ നാച്ചുറൽ റിസോഴ്സ് എന്താ നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞാല് അതൊക്കെ എന്തായാലും അറിയാം നാച്ചുറൽ റിസോഴ്സ് പറഞ്ഞാല് പ്രകൃതി വിഭവങ്ങൾ അല്ലെ സർമായദാരിക്ക് വജേസ എന്ന് പറഞ്ഞാലോ പിന്നെ മുതലാളിത്തത്തിന്റെ മൂലം മുതലാളിത്തത്തിന്റെ കാരണം കൊണ്ട് എന്താണ് ഹമാരെ കുദരത്തി വസായി നമ്മളുടെ പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്യുന്നു जिन पर सभी इंसान को बराबर का हक होता है അല്ലെ എന്താണ് സർമായദാരിക്ക് വജേസ് മുതലാളിത്തം മൂലം അമാരെ കുദരത്തി വസായി നമ്മളുടെ പ്രകൃതി വിഭവങ്ങള് ജിൻപർ എങ്ങനത്തെ പ്രകൃതി വിഭവങ്ങൾ അറിയോ അതിന്മേ എല്ലാവർക്കും എല്ലാ മനുഷ്യന്മാർക്കും തുല്യ അവകാശമുള്ള നമ്മളുടെ പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്തു മുട്ടീബർ ലോകോക്കെ ഹാത്ത് ചലേഗയെ എന്താണ് മുട്ടീബർ എന്താണ് മുട്ടി നമ്മളെ കയ്യില് ഇതിലുണ്ടാവില്ലേ അതിന് പിടി ഒരു പിടി മുട്ടീബർ ഒരു പിടി മുട്ടീബർ लोगों के हाथ चले गए എന്ന് പറഞ്ഞാണ് കുറച്ച് ഒരു പിടി ആളുകളുടെ കയ്യിൽ എന്ത് ചെയ്തു ചെന്നെത്തി ഏത് ചലകൈ ഹാത്ത് ചലകൈ ആര് ചെന്നെത്തി കുദരത്തി വസായി നമ്മളെ പ്രകൃതി വിഭവങ്ങൾ എന്ത് ചെയ്തു ഏത് മൂലം നമ്മളെ മുതലാളിത്തം വ്യവസ്ഥ മൂലം നമ്മളുടെ കുദരത്തി വസായില് ജിൻപർ സബി ഇൻസാനിക്കോ ബരാബർ ഹക്ക് होता है മുട്ടി ബർ ലോഗോं के हाथ चले गए हाथों चले गए കൈകളിൽ എന്ത് ചെയ്തു ഹാത്തോം ചലേ ഗൈ കൈകളിൽ എന്ത് ചെയ്തു എത്തിച്ചേർന്നു പിന്നെ दुनिया में कुदरती वसाइल जरूरत से ज्यादा എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ അധികം എന്നുണ്ട് ദസ്തിയാബ് है लेकिन अमीरों की लालच ने अमीरों की दस्तियाब ലഭ്യമാണ് ട്ടോ അവൈലബിളിന് ഉറുദു എന്താ പറയാ ഈ കിതാബ് യഹാ ദസ്തിയാബ് ഹേ എന്ന് പറഞ്ഞാണ് ഈ കിതാബ് ഇവിടെ ലഭ്യമാണ് ഇസ് ദുകാൻ പർ ദസ്തിയാബ് ഹേ എന്ന് പറഞ്ഞാണ് ഈ ദുകാനിൽ കിട്ടുന്ന ലഭ്യമാണ് അല്ലേ ദുനിയാമേ ഖുദറത്തി വസാൽ ജറൂरत से ज्यादा दस्तियाब है लेकिन अमीरों की लालच ने गरीबों को भूखे रहने पर मजबूर कर दिया और उन्हें എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ സർമായദാർ എന്ന് പറഞ്ഞാണ് മുതലാളി അല്ലെ മുതലാളിമാരുടെ സർമായദാർ പറഞ്ഞാല് മുതലാളിമാര് സർമായദാറോं के रहमो करम पर
छोड़ दिया. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? അമീറോക്ക് ലാലച്ചിനെ എന്താണ് സമ്പന്നരുടെ എന്താണ് കൊതി എന്ത് ചെയ്തു? പാവപ്പെട്ടവരെ പട്ടിണിയാവുന്നതിൽ എന്ത് ചെയ്തു? പട്ടിണിയായിട്ട് എന്താണ് ഭൂഖ്യരഹനെ പറഞ്ഞാല് വിശന്നിരിക്കുന്നതിന്റെ മേലെ എന്ത് ചെയ്തു? അവരെ നിർബന്ധിച്ചു. കുറെ വാക്കുകളുടെ മലയാളത്തിന് ഉറുദുക്കാക്കാൻ കഴിയുന്നില്ല അല്ലെ? അമീറോക്ക് ലാലച്ചനെ സമ്പന്നരുടെ കൊതി എന്ത് ചെയ്തു? പാവപ്പെട്ടവരെന്ത് ചെയ്തു? പട്ടിണി കിടക്കാൻ എന്ത് ചെയ്തു? നിർബന്ധിതരാക്കി. പിന്നെ സർമാനദാറോക്ക് റഹ്മോ കറംപർ പാവപ്പെട്ടവർ എന്താണ് ഈ പാവപ്പെട്ടവരെ എന്ത് ചെയ്തു? മുതലാളിമാരുടെ ദയക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ഏത് വ്യവസ്ഥിതി? ഈ സർമായദാറാന നിസാമ് മുതലാളിത്ത വ്യവസ്ഥിതി. അതുകൊണ്ട് ഇത്രയധികം നമ്മളുടെ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതിന്റെ ഫലം ആര് കിട്ടുന്നില്ല? ഉദാഹരണത്തിന് ഒറീസ അല്ലെങ്കിൽ പിന്നെ ഏതാണ് ബീഹാർ അല്ലെങ്കിൽ പിന്നെ ഏതാണ് മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്? പ്രകൃതി വിഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഇത്രയും പാവപ്പെട്ടവരായി? എന്തുകൊണ്ട്? കൽക്കരി ഖനികൾ അത്രമാത്രം കൽക്കരി എന്തുണ്ട് ലോകത്ത് ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇത് ഇന്ത്യ. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് എന്തില്ല? അവിടെ ചുറ്റിപ്പറ്റുന്ന ആളുകൾ എന്താണ്? പട്ടിണിയിലാണ്. എന്ന് നേരെ മറിച്ചോ പിന്നെ ഇതിന്റെ ഉടമകളോ വലിയ സമ്പന്നരുമായിട്ട് എന്ത് ചെയ്തു? ഇന്ന് വിരാജിക്കുന്നു. അതിന്റെ മെയിൻ കാരണം എന്താണ്? പ്രകൃതി വിഭവങ്ങൾ തുല്യമായിട്ട് അതിന്റെ യഥാവിധി സർക്കാർ എന്ത് ചെയ്യില്ല? ജനങ്ങളിലേക്ക് അതിന്റെ ഉപയോഗം എല്ലാവർക്കും എത്തിക്കാനുള്ള ഗുണഫലം എല്ലാവർക്കും എത്തിക്കാനുള്ള ഗുണഭോക്താക്കൾക്ക് വേണ്ട വിധം എത്തിക്കാനുള്ള ശ്രമം എന്ത് ചെയ്യില്ല? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അവരാരുടെ പിന്നാലെയായിരുന്നു? വൻമിന് കുത്തക മുതലാളിമാര്. അവരാണെങ്കിലോ എണ്ണത്തിൽ വളരെ തുച്ഛം. ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ മൊത്തം എന്ത് ചെയ്തു? ഈ സമ്പന്നരുടെ കരുണക്ക് എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ഓരെന്ത് കൊടുക്കണോ? നക്കാപ്പിച്ച അതിലൂടെ ജീവിക്കാൻ ഓരെന്ത് ചെയ്തു? നിർബന്ധിതയാക്കി. മനസ്സിലായോ? ഇതിനെതിരെ എന്ത് ചെയ്തു? ഷായർ പറയണ ലാസ്റ്റ് വരിയിലെ ക്യോ സമുദ്ര കിനാരെ പർ ഹേ പ്യാസെ സാരെ അല്ലെ? എല്ലാവരും ഇങ്ങനെ ഈ കാരണം നമ്മളെ പ്രകൃതി വിഭവങ്ങൾ ആരുടെ ദാഹം മാത്രമേ തീർക്കണുള്ളൂ? സമ്പന്നരായ ആളുകൾ. അവരോ എണ്ണത്തിൽ തുലവും തുച്ഛവും അല്ലെ? അപ്പൊ ഇത്രയുമാണ് നമ്മള് പിന്നെ ഈ സരഹദൻ എന്നുള്ള ഈ പാഠം നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. അതിന്റെ ഷോർട്ട് നമ്മൾ ആശയങ്ങൾ നമ്മൾ എഴുതി. നിങ്ങൾ എല്ലാവരും എഴുതിയിട്ട് എന്ത് ചെയ്യണം? നോട്ട് തയ്യാറാക്കിയിട്ട് കവിത വായിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഖുദാ ഹാഫിസ്. അസ്സലാമു അലൈക്കും. മുജദ്ദിദ് ജി ഇജാസത്ത്.